അങ്ങ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നേരത്തെയും വലിയ തോതിൽ ചർച്ചയായ ഒരു സംഭവമാണ്. കുത്തിവയ്പ്പിലെ പിഴവ് മൂലമാണ് 7 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ കാലിൽ തളർച്ച സംഭവിച്ചത്. ഇപ്പോഴത്തെ ഈ ആരോപണ വിധേയനായ അല്ലെങ്കിൽ കുറ്റക്കാരൻ എന്ന് തന്നെ കരുതാവുന്ന ആ നഴ്സിനെ വീടിന് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് സൗകര്യപ്രദമായി സ്ഥലം മാറ്റിയിരിക്കുകയാണ് നടപടി എന്നതിൻ്റെ പേരിൽ. ഈ കുഞ്ഞിനെ ആരും തിരിഞ്ഞു നോക്കുന്നുമില്ല. ഉന്നതതലത്തിൽ വരെ അറിഞ്ഞൊരു സംഭവത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ പിഴവ്, വീഴ്ച എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? ഈ വിഷയത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വ്യക്തമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇഞ്ചക്ഷന് ശേഷം ഉണ്ടായ ഏതോ കൃത്യമായി എനിക്ക് അറിവില്ലാത്ത ഒരു കോംപ്ലിക്കേഷൻസ് മൂലം രോഗിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതാണ്. നമ്മൾ ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു അനാസ്ഥ ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ സംഭവം 7 വയസ്സുള്ള കുട്ടിയാണ്. ഇഞ്ചക്ഷൻ എടുക്കാനായി പോയപ്പോൾ കുഞ്ഞെന്തോ അസ്വസ്ഥത കാണിച്ചത് സ്വാഭാവികമാണല്ലോ. ചെറിയ കുട്ടികൾ അവരുടെ സ്വമേധ അവരുടെ ഇഷ്ടത്തിന് ഇഞ്ചക്ഷൻ എടുക്കാൻ അങ്ങനെ വഴങ്ങിക്കൊടുക്കാറൊന്നുമില്ലല്ലോ. ആ കുഞ്ഞ് എന്തോ അസ്വസ്ഥത കാണിച്ചു, കാല് വലിക്കുകയോ മറ്റോ ചെയ്തു. അപ്പോൾ ഈ മെയിൽ നഴ്സ് ദേഷ്യപ്പെട്ടു. അതിനുശേഷം ഇഞ്ചക്ട് ചെയ്തു. പക്ഷേ അത് ശാസ്ത്രീയമായി ആയിരുന്നില്ല. ദേഷ്യത്തിൽ ഈ കുഞ്ഞിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അശാസ്ത്രീയമായി ചെയ്തു എന്നാണ് ഈ അമ്മയൊക്കെ പറയുന്നത്. അക്കാര്യം അവിടുത്തെ ഡോക്ടറും ഉൾപ്പെടെയുള്ളവർ കണ്ടതാണ്. പിന്നീട് ജില്ലാ കളക്ടറുടെയും DMOയുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ വന്നതാണ്. അതിൻ്റെ ഭാഗമായി വീഴ്ച ഉണ്ട് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നഴ്സിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്, അതും വീടിന് തൊട്ടടുത്ത ഒരു ആശുപത്രിയിലേക്ക്. ഇതാണ് ആ സംഭവം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അയാൾ എങ്ങനെ വേണം അത് കൈകാര്യം ചെയ്യാൻ? തീർച്ചയായും ഈ വിഷയം ഞാൻ കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു ഈ മെഡിക്കൽ ആക്സിഡന്റുകളിൽ, അതായത് മെഡിക്കൽ സംബന്ധമായ ഇത്തരം വിഷയങ്ങളിൽ പൊതുസമൂഹത്തിൽ 2 വേർഷൻസ് എപ്പോഴും കടന്നു വരും. അതുകൊണ്ടാണ് ഞാനിത് എന്താണ് വിഷയമെന്ന് കൂടുതൽ വ്യക്തമായി ചോദിക്കാൻ കാരണം. ഒന്ന്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഉപകരണം തൊട്ടുമ്പത്തെ സംഭവം നമുക്കറിയാമല്ലോ. കോഴിക്കോട് ഒരു ഉപകരണം ശരീരത്തിനുള്ളിൽ മറന്നു വെച്ചിട്ട് പോവുക, മറന്നു പോവുക, അല്ലെങ്കിൽ എടുക്കാൻ വിട്ടുപോവുക, അല്ലെങ്കിൽ മറന്നുപോവുക, അല്ല എടുക്കാൻ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ അത് അവിടെ ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അത് കൈകാലുകൾ മാറിപ്പോകുന്നു, ഇഞ്ചക്ഷൻ മാറിപ്പോകുന്നു, റോങ് സൈറ്റിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഇതെല്ലാം ഒരു നെഗ്ലിജൻസിന്റെ ഭാഗമാണ്. പക്ഷേ മെഡിക്കൽ ആക്സിഡന്റുകൾ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന മെഡിക്കൽ ആക്സിഡന്റുകൾ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കോംപ്ലിക്കേഷൻസ്, ഒരിക്കലും ഒരു നെഗ്ലിജൻസ് ആണെന്ന് പറയാൻ കഴിയില്ല. ഈ 2 വിഭാഗത്തിലാണെങ്കിൽ പോലും ഒരു രോഗി എന്നുള്ള രീതിയിൽ, ഏത് കാര്യത്തിലാണെങ്കിൽ പോലും രോഗി എന്നുള്ള രീതിയിൽ രോഗിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ രോഗിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ സിസ്റ്റത്തിന്റെ, നമ്മുടെ സ്റ്റേറ്റിന്റെ കടമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതിനുള്ള ചികിത്സ നൽകാനുള്ള എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഒരുപക്ഷെ ഈ നഴ്സിന് തിരിച്ചെടുത്തു അല്ലെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് കൊടുത്തു എന്ന് പറയുന്ന ആരോപണത്തിൽ എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ബേസിക്കലി രോഗിയാണ് നമുക്കിവിടെ പ്രാധാന്യം. രോഗിക്ക് ഒരാളിനെ ശിക്ഷിക്കുന്നതിനും അപ്പുറം രോഗിക്ക് ഇനി എന്താണ് സപ്പോർട്ടീവ് മെഷേഴ്സ് ചെയ്തു കൊടുക്കാനുള്ളത്. അമ്മ നേരത്തെ വിശദമായി തന്നെ കരഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മ പറയുന്നത് ഒരു ചെറിയ കുഞ്ഞാണ്, നന്നായി ഓടാൻ പോലും ആകുന്നില്ല. സ്കൂളിലെ അധ്യാപകർക്കടക്കം സങ്കടമാണ്. ഒരു പുതിയ സൈക്കിൾ വാങ്ങി വെച്ചിട്ട് അത് നോക്കിയിരിക്കുകയാണ് ആ കുഞ്ഞ്. എന്നൊന്ന് ഓടിക്കാൻ കഴിയുമെന്ന് സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്. അത് കണ്ടിരിക്കേണ്ടി വരുന്ന വീട്ടുകാരുടെ, നമ്മുടെയൊക്കെ മാനസികാവസ്ഥ അത് എല്ലാവർക്കും മനസ്സിലാകുന്നതാണല്ലോ. ഇങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർ, കളക്ടറും DMOയും ഒക്കെ അറിഞ്ഞൊരു കേസിൽ, ഇപ്പോഴത്തെ അല്പം മുമ്പ് DMO ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന മറുപടിയാണ് DMOയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇങ്ങനെ ഉന്നത തലത്തിൽ അറിഞ്ഞ ഒരു സംഭവത്തിൽ പോലും വിദഗ്ധമായ പരിചരണം ആ കുട്ടിക്ക് ലഭിക്കാത്ത എന്തുകൊണ്ടാണ്? ഈ നടപടി താങ്കൾ പറഞ്ഞ പോലെ രണ്ടാമത്തെ കാര്യമാണ്. വീഴ്ച പറ്റിയത് എങ്ങനെയാണ്, അതിൽ നടപടി എടുത്തത് ശരിയാണ്, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ വിദഗ്ധമായ ഒരു ഇടപെടൽ ആവശ്യമായി വരികയല്ലേ? അവിടെ പോലും ഇങ്ങനെ അമാന്തം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വേണം നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഇത്തരം കാര്യത്തിൽ ചികിത്സ ഞാൻ മനസ്സിലാക്കുന്നത് പ്രോബ്ലി കാലിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട നെർവിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടാവണം. അതായിരിക്കും യൂഷ്വലി ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു കാര്യത്തിൽ വേണ്ട ഫിസിയോതെറാപ്പിയും മറ്റ് സപ്പോർട്ടീവ് മെഷേഴ്സും തീർച്ചയായിട്ടും രോഗി അർഹിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കി കൊടുക്കുകയും അത് ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതും നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ കടമ തന്നെയാണ്. അതിന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ഡോക്ടർ സുൽഫി നുഹു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കം ഈ മേഖലയിലെ സംഘടനകൾക്കുമൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയട്ടെ. അത്തരമൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.